വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ 8ാമത്തെ ഇഷ്യൂ ആണ് ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ കോമിക്കിന്റെ മറ്റ് ഇഷ്യൂസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഗൈസ്, എനിക്കറിയാം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് ലാഗ് വന്നിട്ടുണ്ടെന്ന്. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ജോലിയുടെ ഇടയ്ക്കാണ് വീഡിയോസിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി വോയിസ് റെക്കോർഡൊക്കെ ചെയ്ത് വീഡിയോസ് എഡിറ്റ് ഒക്കെ ചെയ്യുന്നത്. കണ്ടാൽ 8 മിനിറ്റുള്ള വീഡിയോസ് ആണെങ്കിലും ചില സമയത്തൊക്കെ 8 മണിക്കൂറുകളൊക്കെ വേണ്ടി വരും ആ 8 മിനിറ്റുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട്. അതിന്റെ ഇടയ്ക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്കിന്റെ ഫിനാലെ ഇഷ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഹോക്കൈക്ക് വേണ്ടി ലോഗൻ റിവെഞ്ച് എടുത്തിരിക്കുന്നു. ലോഗൻ ഇനി തന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് റിവെഞ്ച് എടുക്കാൻ പോകുന്നത്. അതെ, ലോഗൻ ഇനി ഹൾക്ക് ഗ്യാങ്ങിനോടും സാക്ഷാൽ ഹൾക്കിനോടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ കോമിക്കിന്റെ അവിടെയും ഇവിടെയും ഒക്കെ ഹൾക്കിന്റെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ഹൾക്ക് ഇതുവരെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഹൾക്ക് എന്ന മോൺസ്റ്റർ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അതെ, ലോഗൻ അഥവാ വൂൾവറിനും ഹൾക്കും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് കഥയിലേക്ക് പോകാം. ലോഗന്റെ ഫാമിലിയെ കൊലപ്പെടുത്തിയിട്ട് ആ സമയത്ത് ഡ്രസ്സിലും ദേഹത്തുമൊക്കെ പറ്റിപ്പിടിച്ച രക്തക്കറകളൊക്കെ കഴുകി കളയാൻ വാട്ടറിംഗ് ഹോളിലേക്ക് എത്തിയതാണ് ഹൾക്ക് ഗ്യാങ്ങിലെ മെമ്പേഴ്സായ റൂഫസും വുഡിയും. ലോഗനെ ഒന്ന് വിരട്ടാൻ വേണ്ടി മാത്രമാണ് ബ്രൂസ് ബാനറിന്റെ നിർദ്ദേശപ്രകാരം ഹൾക്ക് ഗ്യാങ് ലോഗന്റെ ഫാമിലിയെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ബ്രൂസ് ബാനറിന്റെ നിർദ്ദേശമില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഹൾക്ക് ഗ്യാങ് ലോഗന്റെ ഫാമിലിയെ പച്ചയ്ക്ക് കൊന്നു തിന്നേനെ. ലോഗനെ പറ്റിയും ലോഗന്റെ ഫാമിലിയെ പറ്റിയും ഒക്കെ റൂഫസും വുഡിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വൂഡി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെ, തന്നോട് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന റൂഫസിനെ കാണാനില്ലെന്ന്. പെട്ടെന്ന് തന്നെ വൂഡിയുടെ അരികിലേക്ക് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു തലയും കൈകളും കാലുകളും ഒഴുകി എത്തുമ്പോഴാണ് വൂഡി ആ സത്യം മനസ്സിലാക്കിയത്. അതെ, റൂഫസിനെ ആരോ ക്രൂരമായിട്ട് കൊന്നിരിക്കുന്നുവെന്ന്. ആ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചു നിന്ന വൂഡിയെ വെള്ളത്തിനടിയിൽ നിന്ന് ഉയർന്നു വന്ന ലോഗൻ തന്റെ അഡമാൻഡ് ക്ലോസ് ഉപയോഗിച്ച് കൊന്നുകളയുകയാണ്. ടോണി സ്റ്റാർക്കിന്റെ അകന്ന ഒരു റിലേറ്റീവായ സോണി സ്റ്റാർക്കിന്റെ ബാറിൽ ആരെയൊക്കെയോ കൊന്നിട്ട് ആ കൊലപാതകം ആഘോഷിക്കാൻ ബാറിലേക്ക് എത്തിയതാണ് ഹൾക്ക് ഗ്യാങ്ങിലെ മറ്റു മെമ്പേഴ്സ്. ലൂക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഹൾക്ക് ഗ്യാങ്ങിലെ ഒരു മെമ്പർ സോണി സ്റ്റാർക്കിനെ ഒന്ന് ചൊറിയാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ബാറിലെ കറണ്ട് പോവുകയും ആ ബാറിന്റെ ജനാല തകർത്തുകൊണ്ട് ആരോ ആ ബാറിനുള്ളിലേക്ക് പ്രവേശിച്ച് ലൂക്കിനെ ആക്രമിക്കുകയുമാണ്. ലൂക്കിന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ഹൾക്ക് ഗ്യാങ്ങിലെ ഒരു മെമ്പർ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ലൂക്കിനെ തന്റെ അഡമാൻഡിയ ക്ലോസ് ഉപയോഗിച്ച് വെട്ടിയും കുത്തിയും കൊന്നിട്ട് ലൂക്കിനെ പച്ചയ്ക്ക് തിന്നുന്ന ലോഗനെ കണ്ട് ഞെട്ടിത്തെറിച്ച ഹൾക്ക് ഗ്യാങ്ങിലെ മറ്റു മെമ്പേഴ്സ് പേടിച്ച് നിലത്തേക്ക് വീഴുകയാണ്. അതെ, ലോഗൻ അവരെയും കൊന്നിരിക്കുന്നു. പിന്നീട് ഹെഫിന്റെ മാൻഷനിൽ ഒരുപാട് പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗം ചെയ്തും അവരെ പീഡിപ്പിച്ചും സുഖം കണ്ടെത്തിയ ഹൾക്ക് ഗ്യാങ്ങിലെ മറ്റു ചില മെമ്പേഴ്സ് വളരെ സന്തോഷത്തോടെ ഹെഫ് മാൻഷനിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അഡമാൻഡിയ ക്ലോസ് ഒക്കെ സജ്ജമാക്കി അവരെ കാത്തു നിൽക്കുന്ന ഓൾഡ് മാൻ ലോഗനെ കണ്ട് അവർ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. അതെ, ലോഗൻ അവന്മാരെയും കൊന്നിരിക്കുന്നു. പിന്നീട് ബ്രൂസ് ബാനറിന്റെ ലെയറിൽ നമ്മൾ ഇത്രയധികം ആളുകൾ ഇവിടെ ഉള്ളപ്പോൾ ലോഗൻ പ്രതികാരം ചെയ്യാൻ ഇവിടേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ബ്രൂസ് ബാനറിന്റെ ഭാര്യ ബ്രൂസ് ബാനറിനോട് ചോദിക്കുകയാണ്. നമ്മൾ ബ്രൂട്ടലായിട്ട് കൊന്നു കളഞ്ഞത് ലോഗന്റെ ഭാര്യയും മക്കളെയുമാണ്. നീ ബെറ്റ് വെച്ചോ, പ്രതികാരം വീട്ടാൻ അവൻ ഉറപ്പായിട്ടും ഇവിടേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ബ്രൂസ് ബാനർ തന്റെ ഭാര്യയോട് പറഞ്ഞു തീരേണ്ട താമസം ഹൾക്ക് ഗ്യാങ് നോക്കി നിൽക്കെ അതിവേഗത്തിൽ പാഞ്ഞെത്തിയ ഫെന്റാസ്റ്റിക് കാർ അവന്മാർ താമസിക്കുന്ന ക്യാരവൻസിലേക്ക് ഇടിച്ചു കയറുകയാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ ഹൾക്ക് ഗ്യാങ്ങിലെ ഒന്നിലധികം മെമ്പേഴ്സിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ലോഗൻ തന്റെ ഫാമിലിക്ക് വേണ്ടി റിവെഞ്ച് എടുക്കാൻ വന്നിട്ടുണ്ടെന്ന് ബ്രൂസ് ബാനർ മനസ്സിലാക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഹൾക്ക് ഗ്യാങ് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫെന്റാസ്റ്റിക് കാറിൽ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്ന ഹൾക്ക് ഗ്യാങ്ങിലെ ഒരു മെമ്പറിനെയാണ് അവർ കാണുന്നത്. മാത്രമല്ല അവന്റെ വായിൽ ആരോ ബോംബ് ടേപ്പിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഹൾക്ക് ഗ്യാങ് നോക്കി നിൽക്കവേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നു. ഇനി കളികളില്ല, സംസാരവുമില്ല, നിന്നെയൊക്കെ കൊന്നൊടുക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ലോഗൻ തന്റെ അഡമാൻഡിയ ക്ലോസ് ഒക്കെ പുറത്തെടുത്ത് അവിടെ അവശേഷിച്ച ഹൾക്ക് ഗ്യാങ്ങിനെ എല്ലാം വെട്ടിയും കുത്തിയും ക്രൂരമായിട്ട് കൊന്നുകളയുകയാണ്. ആ പോരാട്ടത്തിനിടയ്ക്ക് ബ്രൂസ് ബാനറിന്റെ ഭാര്യ ലോഗനെ ആക്രമിക്കാനായിട്ട് ലോഗന്റെ നേരെ ചാടി വന്നെങ്കിലും
തന്റെ അഡമാൻഡിയ ക്ലോസ് ഉപയോഗിച്ച് ലോഗൻ അവളുടെ തല വെട്ടിക്കളയുന്നു. എന്നിട്ട് ബ്രൂസ് ബാനറിന്റെ ലെയറിലേക്ക് എത്തിയ ലോഗൻ തന്നോട് ഏറ്റുമുട്ടാൻ ബ്രൂസ് ബാനറിനെ വെല്ലുവിളിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ ലോഗൻ എന്റെ കുഞ്ഞിനെ ഉണർത്താതെ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൂസ് ബാനർ ലോഗന് ഒരൊറ്റ പഞ്ച് കൊടുക്കുന്നതോടെ ലോഗൻ ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. അതെ, ബ്രൂസ് ബാനർ ഇപ്പോൾ വെറും ഒരു മനുഷ്യനല്ല, അവൻ ഹൾക്കിനെ പോലെ തന്നെ അതിശക്തനായി മാറിയിരിക്കുന്നു. ബ്രൂസ് ബാനറും ലോഗനും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുകയാണ്. വർഷങ്ങളായിട്ട് ഒന്ന് സ്മാഷ് ചെയ്യാൻ തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ തേടി നടക്കുകയായിരുന്നു ബ്രൂസ് ബാനർ. 50 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ റേഡിയേഷൻ കാരണമാണ് ഹൾക്കിനെ പോലെ ബ്രൂസ് ബാനറും ശക്തനായി മാറിയത്. ബ്രൂസ് ബാനറിന്റെ ഭാര്യ മറ്റാരുമല്ല, അത് അവന്റെ കസിനായ ജെന്നിയാണ്. അതെ, അവളാണ് ഷീ ഹൾക്ക്. ലോഗന്റെ ഉള്ളിലുള്ള ആ പഴയ വൂൾവറിനെ തിരികെ കൊണ്ടുവരാനാണ് ബ്രൂസ് ബാനർ ഇത്രയധികം ക്രൂരതകൾ ചെയ്തു കൂട്ടിയത്. ഒരു ലാൻഡ് ലോഡ് ആയിരിക്കുന്നത് എനിക്ക് വല്ലാതെ മടുത്തിരിക്കുന്നു. ഒരു സൂപ്പർ വില്ലൻ ആയിരിക്കുന്നതും എന്നെ വല്ലാതെ മടുപ്പിക്കുന്നു. എനിക്കിനിയും ജീവിക്കണമെങ്കിൽ എനിക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന നിന്നെ കൂടെ എനിക്ക് അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രൂസ് ബാനർ ലോഗന്റെ നേരെ ഒരു പശുവിനെ വലിച്ചെറിയുകയാണ്. തന്റെ ദേഹത്തേക്ക് വീണ ആ പശുവിനെ രണ്ടായിട്ട് വലിച്ചു കീറിയ ലോഗൻ ഇത് തമാശയല്ല, നമ്മൾ പോരാടിയിട്ടുള്ള സ്റ്റുപ്പിഡായിട്ടുള്ള ഫൈറ്റുമല്ല, ഇവിടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്, ഇത് എന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോഗൻ തന്റെ അഡമാൻഡിയ ക്ലോസ് ബ്രൂസ് ബാനറിന്റെ നെഞ്ചിലൂടെ കുത്തി ഇറക്കുകയാണ്. വേദന കൊണ്ട് എടാ വിഡ്ഡി എന്ന് വിളിച്ചിട്ട് ബ്രൂസ് ബാനർ ലോഗനെ ഒരൊറ്റ അടിയാണ്. ആ അടിയുടെ ആഘാതത്തിൽ ലോഗൻ ദൂരേക്ക് തെറിച്ചു വീണതും പെട്ടെന്ന് തന്നെ ബ്രൂസ് ബാനർ ഹൾക്ക് എന്ന മോൺസ്റ്റർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയുമാണ്. വർഷങ്ങൾക്ക് ശേഷം ഹൾക്കിനെ കണ്ട് അമ്പരന്ന് നിന്ന ലോഗനെ ജീവനോടെ പിടിച്ച് കടിച്ചു മുറിച്ച് കൊന്നു തിന്നുകയാണ് ഹൾക്ക്. പിന്നീട് 12 മണിക്കൂറുകൾക്ക് ശേഷം മരണപ്പെട്ട് കിടക്കുന്ന ഹൾക്ക് ഗ്യാങ്ങിന്റെ ഇടയിലൂടെ ബാനറിന്റെ ലെയറിലേക്ക് എത്തുകയാണ് ബ്രൂസ് ബാനറിന്റെ പേരക്കുട്ടി അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ ആയ ബില്ലി ബോബ് ബാനർ. ലോഗൻ ഒറ്റയ്ക്ക് എൻറ്റയർ ഹൾക്ക് ഫാമിലിയെയും കൊന്നു കളഞ്ഞത് കണ്ടിട്ട് അമ്പരന്ന് നിന്ന ബില്ലി ബോബിനോട് ഞാൻ അവനോട് പോരാടി അവനെ തോൽപ്പിച്ചിരിക്കുന്നു, അവനെ ഞാൻ കൊന്നു തിന്നിരിക്കുന്നു, ഇനി ഒരിക്കലും അവൻ നമ്മളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഫാമിലിയിൽ ഇനി അവശേഷിക്കുന്നത് ഞാനും നീയും പിന്നെ എന്റെ ലിറ്റിൽ ബേബി ബ്രൂസും മാത്രമാണ്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാത്രം മതി. നമ്മുടെ ഹെഫ് മാൻഷനിൽ നിന്ന് കുറച്ച് സ്ത്രീകളെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒന്നുകൂടി ആദ്യം മുതൽക്കേ തുടങ്ങാം. നിനക്കറിയാമല്ലോ, സർവൈവ് ചെയ്യുക എന്നത് എന്റെ സൂപ്പർ പവർ ആണെന്ന്. അറ്റോമിക് ബ്ലാസ്റ്റും സൂപ്പർ വില്ലന്മാരുടെ വരവും പിന്നെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ലോകത്ത് സർവൈവ് ചെയ്യുക എന്നത് തന്നെ വലിയൊരു കാര്യമാണെന്നൊക്കെ ഹൾക്ക് ബില്ലി ബോബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹൾക്കിന് വയറ്റിൽ എന്തൊക്കെയോ കാര്യമായിട്ട് അസ്വസ്ഥത തോന്നുകയാണ്. ഹൾക്ക് ആകെ വിയർക്കാൻ തുടങ്ങി. അപ്പോഴാണ് ലോഗൻ അഥവാ വൂൾവറിന് ഹീലിംഗ് ഫാക്ടർ ഉള്ള കാര്യം ബില്ലി ബോബിന് ഓർമ്മ വന്നത്. ബില്ലി ബോബ് ആ കാര്യം ഹൾക്കിനെ ഓർമ്മിപ്പിക്കേണ്ട താമസം. റീജനറേറ്റ് ആയി ഹീൽ ചെയ്യപ്പെട്ട ലോഗൻ ഹൾക്കിന്റെ വയറ് കീറി മുറിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തുകയാണ്. അതെ, അവസാനം ലോഗൻ തന്റെ പ്രതികാരം നടപ്പാക്കിയിരിക്കുന്നു. ലോഗന്റെ കയ്യാൽ ഹൾക്ക് മരണപ്പെട്ടിരിക്കുന്നു. ഹൾക്കിന്റെ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന ലോഗനെ കണ്ട് വിറച്ചു നിൽക്കുന്ന ബില്ലി ബോബിനോട് ലോഗൻ പറയുവാണ്, നിന്റെ ആ പാൻസും ബൂട്ട്സും കോട്ടും ഇപ്പോൾ എനിക്ക് തന്നാൽ നിനക്ക് കുറെ കാലം കൂടി ജീവിക്കാമെന്ന്. ഹൾക്ക് ലോഗന്റെ ഫാമിലിയെ ഇല്ലാതാക്കി. ലോഗന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം അവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൾക്കിന് ആകെയുള്ള സമ്പാദ്യം ലോഗൻ കൈക്കലാക്കാൻ പോവുകയാണ്. അതെ, ലിറ്റിൽ ബേബി ബാനറിനെ ലോഗൻ തന്നോടൊപ്പം കൊണ്ടുപോകാൻ പോവുകയാണ്. ഒരു മാസത്തിനു ശേഷം ലോഗന്റെ റാഞ്ചിൽ അഥവാ ലോഗന്റെ കൃഷിഭൂമിയിലാണ് ലോഗന്റെ ഭാര്യയും മക്കളെയും അടക്കിയിരിക്കുന്നത്. ലോഗനോടൊപ്പം ലോഗന്റെ അയലത്തുകാരുമുണ്ട്. ലോഗൻ ആ നാട് വിട്ടു പോകാൻ തയ്യാറാവുകയാണ്. ലോഗൻ വെറുതെ അങ്ങ് നാട് വിട്ട് ഓടിപ്പോകുന്നതല്ല, ഭൂമിയിൽ അവശേഷിക്കുന്ന ദുഷ്ടന്മാരെയെല്ലാം ഉന്മൂലനം ചെയ്ത് അവരിൽ നിന്ന് ഭൂമിയെ സ്വതന്ത്രമാക്കാനാണ് അവൻ പോകുന്നത്. ലോഗന് തന്റെ തീരുമാനത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഇമ്പോസിബിൾ എന്ന വാക്കിന് യാതൊരു വിലയുമില്ലെന്ന് ലോഗനെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഹോക്കൈയാണ്. ലോഗൻ തന്റെ യാത്രയിൽ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. ലോഗൻ തന്റെ ടീമിലേക്ക് ആദ്യം റിക്രൂട്ട് ചെയ്തതും അവനെയാണ്. അതെ, അത് മറ്റാരുമല്ല, ബ്രൂസ് ബാനറിന്റെ ലിറ്റിൽ ബേബി ബ്രൂസ് ആയിരുന്നു. ഈ ലോകമൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു മണ്ട. ഈ ലോകത്ത് ഇനി സൂപ്പർ ടീമുകൾക്കും ഇനി പദ്ധതികൾക്കുമൊന്നും യാതൊരു സ്ഥാനവുമില്ല. ഈ പോക്ക് പോയാൽ നീ നിന്നെ തന്നെയാകും ഇല്ലാതാക്കുക എന്നൊക്കെ അയൽക്കാരിൽ ഒരാൾ ലോഗനോട് പറയുമ്പോൾ 50 വർഷങ്ങൾക്ക് മുന്നേ അവന്മാർ എന്നെ കൊന്നതാണ്. എനിക്ക് തോന്നുന്നത് വളരെ കാലം ഞാൻ എന്റെ തല താഴ്ത്തി പിടിച്ചിരുന്നു എന്നാണെന്ന് ലോഗൻ അയാളോട് മറുപടിയായിട്ട് പറഞ്ഞു
പറഞ്ഞിട്ട് ഒരിക്കലും ഒരാളുടെയും മുന്നിൽ ഇനി തല താഴ്ത്തേണ്ടി വരാതിരിക്കാനായിട്ട് ലോഗൻ എവിടേക്കെന്നില്ലാതെ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ദൂരേക്ക് പോകുന്നതോടെ വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്ക് ഇവിടെ അവസാനിക്കുന്നു. വൂൾവറിൻ ഓൾഡ് മാൻ ലോഗൻ എന്ന കോമിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എർത്തിലെ മൈറ്റിയസ്റ്റ് ഹീറോസ് ആയ അവഞ്ചേഴ്സിനെയും എക്സ്മെനെയും ഒട്ടുമിക്ക എല്ലാ സൂപ്പർ ഹീറോസിനെയും ഇല്ലാതാക്കി സൂപ്പർ വില്ലന്മാർ അടക്കി വാഴുന്ന ഭൂമിയിൽ സർവൈവ് ചെയ്ത ഓൾഡ് മാൻ ആയ ലോഗന്റെ കഥയാണ് നമ്മൾ കണ്ടത്. ഓൾഡ് മാൻ ആയ ലോഗന്റെ കഥ അവസാനിക്കുന്നില്ല. ഈ കോമിക്കിന്റെ പ്രീക്വലും സീക്വലും ഒക്കെ ഉണ്ട്. ആ കോമിക്സ് എല്ലാം ഞാൻ താമസിയാതെ കവർ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഈ കോമിക്ക് പൂർത്തിയാക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വൂൾവറിൻ റിവെഞ്ച് എന്ന കോമിക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ആ കോമിക്കിന്റെ വീഡിയോ ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.